ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ഇന്ത്യൻ IT സെക്ടർ കമ്പനികളിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയും അതുപോലെ തന്നെ 6 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുമായ ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് 14 ഏപ്രിൽ 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതായത് 14 ഏപ്രിൽ 2021 ഇൻഫോസിസിൻ്റെ Q4 റിസൾട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകുന്നത്. 12 ഏപ്രിൽ 2021 അതായത് നാളത്തെ ട്രേഡിംഗ് സെഷൻ മുതൽ ഇന്ത്യൻ IT സെക്ടറിലെ കമ്പനികളുടെ Q4 റിസൾട്ട് കാണാൻ സാധിക്കും. നാളെ നമ്മൾക്ക് TCSൻ്റെ Q4 റിസൾട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് TCSൻ്റെ Q4 റിസൾട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വ്യക്തമാകും ഇന്ത്യൻ IT കമ്പനികളുടെ Q4 റിസൾട്ട് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 2019 ജൂലൈ മാസത്തിൽ നിലവിൽ വന്ന ഇൻഫോസിസിൻ്റെ ക്യാപിറ്റൽ അലോക്കേഷൻ പോളിസി പ്രകാരം കമ്പനിയുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോയുടെ 85% കമ്പനി സെമി ആനുവൽ ഡിവിഡൻറ്റ്, സ്പെഷ്യൽ ഡിവിഡൻറ്റ് അതുപോലെ തന്നെ ബൈബാക്ക് എന്നീ കോർപ്പറേറ്റ് ആക്ഷൻസ് വഴി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നൽകാൻ തീരുമാനിച്ചായിരുന്നു. അത് പ്രകാരമുള്ള ഒരു ബൈബാക്കും അതുപോലെ തന്നെ സെമി ആനുവൽ ഡിവിഡൻറ്റും കൂടാതെ Q4 റിസൾട്ട് ഡിക്ലറേഷനുമാണ് നമ്മൾ 14 ഏപ്രിൽ 2021 പ്രതീക്ഷിക്കുന്നത്. അതായത് മാർച്ച് 2020 കമ്പനിയുടെ ക്യാഷ് ഫ്ലോയും ക്യാഷ് ഇക്വലൻറ്റും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 18,649 കോടി രൂപയാണ്. ഇൻഫോസിസിൻ്റെ ബൈബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി 2019 സെപ്റ്റംബറിലും അതുപോലെ തന്നെ 2017 ഡിസംബറിലും കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2019 സെപ്റ്റംബറിൽ കമ്പനി 8,260 കോടി രൂപയുടെ ബൈബാക്കും അതുപോലെ തന്നെ 2017 ഡിസംബറിൽ കമ്പനി 13,000 കോടി രൂപയുടെ ബൈബാക്കും ആണ് നടത്തിയത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം ബൈബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. എന്തുകൊണ്ടാണ് കമ്പനികൾ ബൈബാക്ക് അനൗൺസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് കമ്പനികൾ ഒന്ന് ബൈബാക്ക് അനൗൺസ് ചെയ്യുന്നത് കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആക്ച്വൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വളരെ താഴെയാണെങ്കിൽ കമ്പനികൾ ബൈബാക്ക് അനൗൺസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇൻഫോസിസിൻ്റെ കേസിൽ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ചാൻസ് കാണാനില്ല. കാരണം ഇൻഫോസിസിൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള IT സെക്ടർ കമ്പനികളെക്കാൾ വളരെ പ്രീമിയം PE ആണ് നമ്മൾക്ക് ഇൻഫോസിസിൽ കാണാൻ സാധിക്കുന്നത്. അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പ്രകാരം ഇൻഫോസിസ് അവരുടെ EPSും അതുപോലെ തന്നെ PE റേഷ്യോയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബൈബാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ബൈബാക്ക് വഴി കമ്പനികൾ അവയുടെ PE റേഷ്യോ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന്. അതായത് PE എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS അഥവാ ഏണിംഗ് പെർ ഷെയർ ആണ്. അതായത് മാർക്കറ്റിലുള്ള നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബൈബാക്ക് വഴി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഷെയർ അതായത് ഏണിംഗ് പെർ ഷെയർ വർദ്ധിക്കുകയും EPS വർദ്ധിക്കുന്നു. EPS വർദ്ധിക്കുമ്പോൾ EPS PEക്ക് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കമ്പനികളുടെ PE റെഗുലേറ്റ് ആവുകയും ചെയ്യും. ഈ ഒരു പർപ്പസാണ് ഇപ്പോൾ ഈ ഇൻഫോസിസിൻ്റെ ബൈബാക്കിന് പിന്നിൽ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാക്റ്റ് ഇൻഫർമേഷനും ഫ്ലോർ പ്രൈസും ഒക്കെ നമ്മൾക്ക് 14 ഏപ്രിൽ 2021 ട്രേഡിംഗ് സെഷനിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി IT സെക്ടർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹോപ്പ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. കാരണം റീസെൻ്റ്ലി നമ്മൾ TCSൻ്റെ ബൈബാക്കിനെ കുറിച്ചുള്ളൊരു ന്യൂസും അതുപോലെ തന്നെ TCSൻ്റെ ബൈബാക്കും ഒക്കെ കണ്ടതാണ്. TCSൻ്റെ ബൈബാക്ക് പ്രൈസിൽ നിന്നും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 10% അപ്പ് ആവുകയും ചെയ്തു. ഇനി ഇൻഫോസിസിൻ്റെ Q4 റിസൾട്ട് വരുന്നത് 14 ഏപ്രിൽ 2021 Q4 റിസൾട്ടിൻ്റെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം 26,397 കോടി രൂപയുടെ റവന്യൂവും അതുപോലെ തന്നെ 5,168 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വാർട്ടറിനോട് മാച്ച് ചെയ്യുന്ന ഒരു പ്രോഫിറ്റും റവന്യൂവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലെവലിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു Q4 റിസൾട്ടാണ് ഇൻഫോസിസ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രൈസ് കാണാൻ സാധിക്കും, നല്ലൊരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബൈബാക്കിൻ്റെ ഫ്ലോർ പ്രൈസും സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബൈബാക്സ് ഒരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. ഇനി
ഇൻഫോസിസിൻ്റെ സെക്ടോറിയൽ ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡിജിറ്റൽ റവന്യൂ ടോട്ടൽ സെയിൽസിനേക്കാൾ 50% വർദ്ധിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ റവന്യൂ ഡബിൾ ഡിജിറ്റൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൂടാതെ ഇൻഫോസിസിനെ മറ്റ് കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഫോസിസിൻ്റെ ഗ്രോത്ത് റേറ്റ് 18%, TCSൻ്റെ ഗ്രോത്ത് റേറ്റ് 13%, HCL ടെക്നോളജിയുടെ ഗ്രോത്ത് റേറ്റ് 11%ആയിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ബ്രോക്കേജ് ഫിംസ് ബൈബാക്ക് റിലേറ്റഡ് ആയിട്ട്, അതായത് ഈ സ്റ്റോക്കിൽ ബൈബാക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബ്രോക്കേജ് ഫിംസ് ഈ സ്റ്റോക്കിന് ബൈ റേറ്റിംഗും അതുപോലെ തന്നെ 2020 എന്ന് പറയുന്ന ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇൻഫോസിസിൻ്റെ പ്രീവിയസ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 1650 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്